ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ പണിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അബി അക്ഷയ് അനന്തും കൂടി കാറുമായിട്ട് വന്ന് നമുക്കൊന്ന് വയനാട് വരെ പോയി വരാമെന്ന് പറഞ്ഞു. ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കി, ലീവില്ലാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവന്മാർ സമ്മതിച്ചില്ല. അവസാനം വേറെ വഴിയില്ലാതെ ഞാനും കാറ് കയറി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭീമൻ്റെ വീട്ടിലെത്തുക എന്നുള്ളത്. അവൻ പണിക്ക് പോകുന്നതിന് മുന്നേ അവിടെ എത്തി അവനെയും തൂക്കണം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. കൃത്യസമയത്ത് ഞങ്ങൾ എത്തി. അവൻ പണിക്ക് പോകാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ അവൻ്റെ മുമ്പിലെത്തി. അവൻ ആദ്യം ലീവൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ഞങ്ങൾ നിർബന്ധത്തിന് അവസരം വഴങ്ങി. ഇതെങ്ങനുണ്ട്? സ്പീക്കർ മാന്യമായി സംസാരിക്കണം. അത് ബാക്കിയാണ് ഊറ്റിയെടുക്കണേ. വണ്ടി കഴിക്കാലോ, ഒരു തുള്ളി അധികം. എത്ര കട്ടേ ആദ്യമുള്ള ഓർമ്മയില്ല. വണ്ടി സർവീസ് വണ്ടി പോയി ട്രിപ്പ് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ സർവീസിന്റെ പൈസ ഒന്നും മൂടായിരുന്നല്ലോ ഈ പൈസ. ഇതോ അതെ നേരെ പോയാ ചത്ത വീട്ടിലോ ആടൊക്കെ ചത്ത വീട്ടിൽ ഈ പാട്ടാക്കിയേ. അന്നൊക്കെ എന്തിനെടുക്ക് ുണ്ടായി ഒരു സെറിയുണ്ട് എടാ എന്താ പാല് കൊണ്ടുപോല്. ചായ കുടിക്കണം, മൂത്രയ്ക്കണം. ചായ മൂത്രയ്ക്കണേ. വളവ് തിരിഞ്ഞു വരില്ല കിട്ടണത്. നമ്മ സ്ലോ മോഷൻ എടുത്താളാ. എടുക്കാന്നാവേ ചേടാ വ്യൂ പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ടഞ്ഞു. ഫോണ് നിലത്തുന്നേ നമ്മള് നേരത്തെ കണ്ടില്ല. എത്രാം തവണ വെച്ചടാ എനിക്ക് വിചാരിക്കുമ്പോ 5 വളവ് കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞു. ഇതും ചാടിയാ നമ്മട്ടാ പോവല്ലേ. സംശയം അവിടെ അത് നമ്മള് കേണ്ട സ്ഥല ഓടാ കുറച്ചേ ഉള്ളൂ. ആരുടെ മുന്നിൽ പഞ്ചർ ഒട്ടിക്കാനാ ഞാൻ പറഞ്ഞിട്ട് ഒട്ടിച്ചു പോകും. എനിക്ക് ഉള്ളിയോടെ തന്നെ
രണ്ട് ഉള്ളി വട ഒരു ഉള്ളിയുടെ വേട്ടോ അതെന്താ ഗ്ലാസ് കിട്ടിട്ടുണ്ട് ക്യാമറ കണ്ടിട്ടില്ലേ എന്ത് ഇതല്ലേ പറഞ്ഞാ പോരെ അതിനുമ്പോ തന്നൂടെ കേൾക്കുന്നുണ്ട് നല്ല പോലെ സ്റ്റാൻഡോ ഇന്റർവ്യൂ എടുക്കണ്ടേ പറയൂ താങ്കൾക്ക് വയനാട് യാത്രയെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് വണ്ടി പറയൂ പറ്റൂ ഇനി എന്തെങ്കിലും അടുക്ക സമയം ഏത് സമയം ആ സമയം വന്നാല് നേരത്തെ വണ്ടി വരും നാളെ ദേശം ഇല്ലല്ലോ മധുര കുറവാ അല്ല അത് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് മധുരം ഉണ്ടെന്നേ ചെറിയ ചെറിയ ഇത്ര കുടിച്ചു കഴിഞ്ഞോ ഗ്യാസൊന്നും കഴിച്ചില്ലല്ലോ ഗ്യാസ് കയറി ഉണ്ടോ നമുക്ക് കുടിക്കും പിന്നെ തീരുക ഇത് തൊള്ളയിലേക്ക് ഞങ്ങൾക്ക് മരിക്കും നേരത്തെ ചായന്റെ അയ്യോ ഞാൻ ഇങ്ങനെ 4 സംതിങ് ഇടാണ്ട് എപ്പോഴും കുടിക്കാനില്ല ചായ അവിടെ ഇരുന്നിട്ട് നല്ല വൈഫുണ്ട് പക്ഷെ എങ്ങോട്ട് സൊള്ളയില് പണി ഞാൻ വെറുതെ ഓനതാക്കി ഞാൻ പറഞ്ഞ വേണ്ട നീ നിങ്ങളത് അതിനെ കൊണ്ട് കഴിച്ചില്ല അതിന് നമ്മളിപ്പോ എല്ലാവരും എസ്റ്റിമേറ്റ് ഒക്കെ നന്നായി കൊടുക്കേണ്ടി വരും ഇനി സൂര്യാകുമ്പോ എന്താ ചോദിക്കൂല ആകാശ രസം ഇല്ലാച്ച ആ അല്ല അതാടാ കമ്പി അങ്ങോട്ട് ഈ മുന്നോട്ട് നോക്കി പോലെ ക്യാമറ കിട്ടൂല ക്യാമറ എവിടെയാണ് ചുറ്റി വളഞ്ഞു പോകേണ്ടി വരുന്നില്ല കൊറേ പോകാണ്ട് തന്നെ തിരിച്ചു പോകുന്ന നല്ലല്ലേ ഗാന്ധിഗ്രാമല്ലേ ഇവിടെ ആകുമ്പോ ഇഞ്ചിനെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാം അതെ ഇപ്പോഴേക്ക് പണ്ടാടക്കൊന്നൊക്കെ വേണ്ടി ഐക്കോണിക് കടാ അതെ
അതായത് ഒരു വണ്ടി എടുത്താണ് പറയണെങ്കിൽ 2 കോടിയാണ്. നിർത്തില്ല നിർത്തടാ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിർത്താം. ഒരു മറ്റേ റെസ്റ്റോറന്റ് ഭീമന്റെ അതേപോലെ അതിന്റെ സെക്കൻഡ് മുമ്പ് എനിക്ക് ഈ വീഡിയോ വന്നേ. അത് കഴിഞ്ഞ് കറക്റ്റ് എനിക്ക് ഇത് അയക്കുന്നത്. ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര എത്താനായി ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. പറയണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും താഴെ കയറിയാൽ പോയി. അതെ ഞാൻ അവിടെ ഒരു കണക്കൊക്കെ ഭീഷണിയാണ്. അയ്യോ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പുറം ക്ലാസ് വരെ കുറച്ച് മാറ്റിയോ കുടിച്ചോ കഴിക്കാൻ നൂറുണ്ടെങ്കിൽ തന്നെ കഴിച്ചിട്ടില്ല. ചൈന കൂടെ അങ്ങനെയാണ് പറയുന്നത്. ആ ഷെഡല്ലത് അതാ മേത്തല്. ആയുർവേദ ഹോസ്പിറ്റലോ? ആറ് നിർത്തിപ്പിച്ച് അല്ല അവിടെ എന്താ താത്തറ ഇനി താത്തണ്ട് പൈസ കഴിഞ്ഞ് ആ അമ്പട്ടന്റെ കഴിഞ്ഞില്ലേ? അമ്പട്ട കഴിഞ്ഞ് ഓക്കെ എനിക്കാണ്ട നല്ലതാ. എനിക്കാണ്ട ചെയ് കേറ്. ഇവിടെ എത്തും ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. ടോമട്ടോ ചെയ്യടോ. പോയില്ല മറ്റത്തിന്റെ മോളിൽ നിന്നാ കാണേ ലോക്കൽ അവിടെ ചായ ഉണ്ടോ?
ആൾക്കാരും പെട്ടെന്ന് നിർത്താൻ പറ്റിയെന്നില്ല, കുറെ കഷ്ടപ്പെട്ടില്ല. മാമനയ്യ സന്ദീപ് ഭായ്. മുടിയൊക്കെ ഉണങ്ങി പോയി. ആർക്കും കിട്ടിയില്ല, ആകാശിന്റെ വീട്ടിൽ നിർത്തണം. എന്റെ ചിരിയുണ്ട്. എത്ര 30 back to that.